ഹലോ ഫ്രീ തിങ്കറിൻ്റെ വീക്ക്ലി സ്പെഷ്യൽ എപ്പിസോഡ് വിത്ത് എ കോയ കോളിംഗ്. അതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഹലോ ഫ്രീ തിങ്കർ നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില കോയ കോളിംഗ് ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മൾ മുൻകൂട്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഷുക്കൂർ വാരിക്കോടിന് വലിയ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഷുക്കൂർ, എന്താണ് പറയാനുള്ളത്? കുറേ തവണ വിളിച്ചു. നമ്മളുടെ ജോലി തിരക്ക് കാരണം ഷുക്കൂറിന് സമയം ഒരുപാട് വേണം എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് സമയം ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ബുദ്ധിമുട്ടായില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞു തുടങ്ങിക്കോളൂ. നമ്മളിപ്പോൾ ഒരു ഫോൺ കോളിൽ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഫോൺ കോളിൽ എനിക്ക് ചില സെൻറ്ററായിട്ട് ഇരുന്നുള്ളൂ ക്യാമറയിൽ. എൻ്റെ ചില സംശയങ്ങൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് തന്നിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിബന്ധനകളുണ്ട് നമ്മൾ ഇവിടെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾ സാധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് 1-to-1 ആയിരിക്കണം സംസാരിക്കുന്നത്. ഒരാൾ മാത്രമായിരിക്കണം എന്നോട് സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാന് ഒരാൾക്ക് 3 മിനിറ്റ് ഉണ്ടാകും, ഉത്തരം നൽകാൻ 5 മിനിറ്റ്. അതേപോലെ അതിന് ഉപചോദ്യമായിട്ട് 3 മിനിറ്റ്, വീണ്ടും അതിനുള്ള ഉത്തരത്തിന് 5 മിനിറ്റ്. ചാനൽ ആരതായാലും നേരെ വിഷയത്തിലേക്ക് വരൂ. ഇത് ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. ഇത് പറ്റുമെങ്കിൽ ഷുക്കൂർ മുന്നോട്ട് പോവാ. ഷുക്കൂറിന് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചോദിക്കുക. ഇവിടെ ഫ്രീ സ്റ്റൈലാണ്. ഇവിടെ ഫ്രീ സ്റ്റൈലാണ്. ഷുക്കൂറിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ മറുപടികൾ ഉണ്ടാവും. ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യും, ഉത്തരം പറയേണ്ടടുത്ത് ഉത്തരം ചെയ്യും, സംസാരിക്കാനുള്ള അവസരം തരും. അങ്ങനെ തന്നെയാണ് ഇവിടെ പോവുക. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വെറുതെ ഈ സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് വരും. നോക്കൂ, എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മണി പവർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോ അവിടെ മണി പവർ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് നൽകുന്ന ഉത്തരം പറയുന്നതിന് മുഴുമിപ്പിക്കാതെ നിങ്ങൾ അതിൽ ഇന്ററപ്റ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിപ്പോ കോയ കോളിംഗിൽ ഫോണിൽ വിളിച്ചാൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക? അല്ല, പറയാനുള്ള കാര്യം പറയുന്നേ. നിങ്ങൾ പറയാനുള്ള കാര്യത്തിലേക്ക് വരൂ. അല്ല, ഞാൻ പറയാനുള്ള കാര്യത്തിക്ക് വരണമെങ്കിൽ ഈ നിബന്ധനകൾ ക്ലിയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഷുക്കൂർ പറയുന്ന ഈ മെഴുകളൊക്കെ അല്ലല്ലോ ഞാൻ പറഞ്ഞ അങ്ങനല്ലല്ലോ. എന്റെ ചോദ്യത്തിന് പകരം ശേഷം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള വിഷയത്തിലേക്ക് വരൂ. സമയം കളയല്ലേ. ഇവിടെ സ്ക്രീനിൽ ഇവിടെ സമയം ഞാൻ ഷുക്കൂറിന് ഒരു 45 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുക. ഓക്കെ, നമുക്കിത് ഇങ്ങനെ അനന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ 45 മിനിറ്റ്സ് ഞാൻ പ്രസംഗിക്കേ. നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ച 45 മിനിറ്റ്സ് ആണ് മാക്സിമം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാ, തീർക്കുക. നോക്കൂ, ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോടും ചോദ്യം ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നോടും ചോദ്യം ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം പറയും. അതേപോലെ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് തടസ്സമില്ല ഷുക്കൂർ, ഒരു തടസ്സമില്ല. ഇവിടെ ഇതിന് മുന്നേ നടന്നിട്ടുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ ഒരു രീതിയുണ്ട്. ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരു രീതിയുണ്ട്. ആ രീതി മുന്നേ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ വിളിച്ചതും വരാനും ഒക്കെ സമ്മതിച്ചത്. അപ്പൊ നേരെ വിഷയത്തിലേക്ക് വരും. 45 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. 1 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. 45 മിനിറ്റ്സ് നിങ്ങൾ തന്നല്ലോ. 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ വിഷയത്തിലേക്ക് വരും. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുമോ? അതാ എന്റെ ചോദ്യം. ഇന്ററപ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇന്ററപ്റ്റ് ചെയ്യും. അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചോദ്യം, എന്റെ ഉത്തരം മുഴുമിക്കാൻ കഴിയില്ല. ബാക്കി പറയാലോ. ഇവിടെ റേഡിയോ നടക്കില്ല. റേഡിയോ അല്ലല്ലോ എന്നുള്ളത്. ഇന്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? സംഭാഷണമാണ് ഇവിടെ സംവാദമാണ് നടക്കുന്നത്. സംവാദം. അപ്പൊ ഡബിൾ സൈഡ് ഉണ്ടാവും. ഡബിൾ സൈഡ് ഉണ്ടാവും. അതന്നെ വേണ്ടത്. നിങ്ങൾ അവിടെ ഇന്ററപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവും. ആ സമയത്ത് ഈ പ്ലാറ്റ്ഫോം നമ്മളല്ലേ കൺട്രോൾ ചെയ്യുന്നത്.
ഷുക്കൂർ ഇവിടെയല്ലേ വന്നത്? ഇവിടുത്തെ രീതികൾ ഇവിടെ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ? നേരെ വിഷയത്തിലേക്ക് വരൂ, സമയം കളയല്ലേ. ഇത് 43 മിനിറ്റ് ബാക്കിയുണ്ട്. നോക്കൂ, സമയം എനിക്ക് ഇഷ്ടം പോലെ നിങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇനി ഞാൻ ചോദിക്കുന്നത് മിണ്ടുന്നില്ല, നേരെ ഇത്രയേ ഉള്ളൂ. വിഷയത്തിലേക്ക് വാ. അല്ലല്ല, ആദ്യം നിങ്ങൾ ഇത് ക്ലിയർ ആക്കണം. എത്ര മിനിറ്റ് ആയാലും വേണ്ടിയില്ല. ഷുക്കൂർ എന്ത് ഞാൻ മണ്ടത്തരം പറഞ്ഞ പറഞ്ഞാലും ഞാൻ ഈ time- മിണ്ടില്ല, സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ പറ്റില്ല. എന്ത് പിന്നെ? മണ്ടത്തരം പറഞ്ഞാലും പറ്റില്ല എന്നുള്ളതല്ല ഞാൻ എന്നാ മിണ്ടില്ല. പറയുന്നത്. ശരി എനിക്കൊരു ശരി, ചോദ്യം മിണ്ടില്ല ചോദിച്ചു. ഞാൻ മിണ്ടില്ല. ഈ ശരി പറഞ്ഞ ഞാൻ ശരി പറഞ്ഞ ശരി ഈ ശരി, സമ്മതിച്ചു ഫോർമാറ്റ് സമ്മതിച്ചു സമ്മതിച്ചു. ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റ് അംഗീകരിക്കുമോ എന്നാണ് എന്റെ ആ, ചോദ്യം. അംഗീകരിച്ചു അംഗീകരിച്ചു. ഇനി വിഷയത്തിൽ പറയും, വിഷയം പറയും, വിഷയം പറയും. ഇനി മാന്യമായി സംസാരിക്കണം, അത്രമാത്രം മാന്യമായിട്ട് പറയാനുള്ളൂ. തന്നെയാണ്, വളരെ മാന്യമായിട്ട് ഓക്കെ തന്നെയാണ് ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഉം. ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്നതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള അടിമത്തത്തിന്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നത്. ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കടം കൊടുക്കുന്നു, ആ കടം കൊടുത്ത ആൾക്ക് തിരിച്ച് കടം വാങ്ങിയ ആൾക്ക് തിരിച്ച് നൽകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആർക്കാണോ കടം കൊടുക്കാനുള്ളത് അയാൾക്ക് ജോലി ചെയ്ത് കൊടുക്കുക, ഇത്ര കാലം കൊണ്ട് ജോലി ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം. ഇത് ഹമ്മുറാബി കോഡിലും മറ്റൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരാളെ അടിമയാക്കി അവരെ അടിച്ചുകൊണ്ട് പണിയെടുപ്പിച്ച് ആ പണം വസൂലാക്കുന്നത് ഒരു അടിമത്തമാണ്. ഈ അടിമത്തം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അടിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഹാം പ്രിൻസിപ്പിൾ കൊണ്ടുവരും. ഹാം പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ള ജോൺ സ്റ്റോട്ട് മില്ലാണെങ്കിൽ ഇന്ത്യക്കാരുടെ ഭരണം, ബ്രിട്ടീഷ് ഭരണം എന്ന് പറയുന്നത് അത് അത് അവരുടെ ബെനവലൻ ഡെസ്പോട്ടിസ് ആണ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കും ഗുണമുണ്ടാകും, ഇവനൊക്കെ കുറച്ചുകൂടി ജോലി ചെയ്യിപ്പിക്കാൻ പ്രാപ്തനാക്കും എന്ന ഒരു രീതിയിൽ അത് ഹാമല്ല എന്നാക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, ഈ ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നാസ്തികർക്ക് കഴിയുമോ? അവിടെ അങ്ങനെ അത് തെറ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കടം എങ്ങനെ അയാൾ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഡെറ്റ് ബോണ്ടിങ് തെറ്റാണ്. മറുപടി പറയൂ, കാരണം പറയൂ. കാരണം അത് തെറ്റായതുകൊണ്ട്, അത് ഇൻഹ്യൂമൻ ആണ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രിൻസിപ്പിൾസിനെതിരാണ്. അതുകൊണ്ട് അതൊന്നൊരു കാരണമല്ലല്ലോ. ഷുക്കൂർ നേരെ വിഷയത്തിലേക്ക് വാ. ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ചാണ് എന്തോ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് പറയും, ബാക്കിയുള്ള കാര്യമൊക്കെ അവിടെ വെക്കും. അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞിട്ടുള്ള കാര്യമാണ്. അമ്മാതിരി സാധനം ഇവിടെ എടുക്കില്ല, അമ്മാനി സാധനം ഇവിടെ എടുക്കില്ല, അത് തെറ്റാണ്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ 48 വന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പൊതു സ്വീകാര്യമായ ഒരു വിഷയവും ഒരു നിയമവുമായി മുന്നോട്ട് പോകുന്നു. ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്ന എന്തിനാ? നിങ്ങൾ പറയുന്ന അപ്പൊ അത് തിരിച്ചും ഉണ്ടാവും, അത് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ ഇടപെടാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് തെറ്റാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അത് ഓൾറെഡി നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കി മനുഷ്യ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ വിഷയം ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിൽ അടിമത്തമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ ഉപചോദ്യമാണ്. ഉപചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വിഷയം ഇസ്ലാമിൽ അടിമത്തം മാത്രമല്ല, അടിമത്തം എന്നുള്ള മൊത്തത്തിലുള്ള വിഷയം. അതില് ഇവിടെ നാസ്തികരും അതിന് മറുപടി പറയേണ്ടി വരും. ഇവിടെ ഡെപ്റ്റ് ബോണ്ടേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? അത് തെറ്റാണ് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് തെറ്റാണ് പ്രഖ്യാപിച്ചു? അത് ഹ്യൂമൻ റൈറ്റ്സ് 40 പറഞ്ഞു. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ എവിടുക്കാ പോണോന്ന് ഒരാൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ബസ്സിൽ കയറിയിട്ട് ചോദിച്ചു എവിടുക്കാ പോണോന്ന് ചോദിച്ചു. മോളെ എടുത്തേക്കാണ് കയറി. മോളെ എവിടെയാണ് ചോദിച്ചു. മോള് കെട്ടിച്ചു കൊടുത്താണ് കയറി. ഇയാളിത് കൊടുക്കുക ടിക്കറ്റ് എടുക്കുക. വ്യക്തമായ മറുപടി പറയൂ. ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്നത് കടം കൊടുത്തുകൊണ്ട് തിരിച്ചു വാങ്ങാൻ കഴിയുന്നത്. ഇത് ഇസ്ലാം നിരോധിച്ച ഒരു അടിമത്തത്തിന്റെ രൂപമാണ്. അവിടെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഒരു അടിമത്തത്തിന്റെ രൂപമായിട്ടുള്ള ഈ ഡെപ്റ്റ് ബോണ്ടേജ് തെറ്റാണ് എന്ന് പറയാൻ യുക്തിപരമായിട്ടോ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ അടിസ്ഥാനത്തിലോ കോൺസിക്വൻഷ്യലിസത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും നാസ്തികർ പറയുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ ഡെപ്റ്റ് ബോണ്ടേജ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളോട് പറയുന്നത് ഉത്തരം. ഇസ്ലാമിലെ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ചോദ്യം ചോദിക്കാനായിട്ടില്ല, ഉപചോദ്യത്തിന് മറുപടി ചോദിക്കാം. അത് ഞാൻ തീരുമാനിക്കും. ഓക്കെ, ഇത് നമ്മളെ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഈ പറയുന്ന വിഷയം നമ്മളോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അത് തെറ്റാണ്. അതിനുള്ള കാരണം നിങ്ങൾ ഉത്തരം പറയുമ്പോൾ കേൾക്കൂ. അതിനുള്ള ഉത്തരം പറയുമ്പോൾ കേൾക്കൂ. ഓക്കെ, ഇതെന്റെ സമയമാണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് കേൾക്കുക. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അടിമത്തം എന്ന് പറയുന്നത് ആധുനിക സമൂഹം തള്ളിക്കളഞ്ഞ കാര്യമാണ്.
അത് 1948 ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു നിയമമാക്കി അത് മാറ്റിയിരിക്കുകയാണ്. ആധുനിക മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള പുതിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഫിലോസഫിക്കൽ റീസൺസ് ഉണ്ട്, എത്തിക്കൽ റീസൺസ് ഉണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഇസ്ലാമാണ്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമോ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ അതിന് ചോദ്യം അടുത്ത് ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടും. അതായത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ ഉപചോദ്യം ചോദിക്കുക, അതിനുള്ള ഉത്തരം നിങ്ങൾ നൽകുക എന്നുള്ളതും ഇതിനെ വയലേറ്റ് ചെയ്ത് ആ നിയമത്തെ തന്നെ ലംഘിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? നിങ്ങളിപ്പോ ഈ ഉപചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാം. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? അങ്ങനെ ഒരു വിഷയം ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ അത് പറഞ്ഞിട്ട് ബാക്കി. ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ച സമയത്ത് ഇസ്ലാമാണ് എന്റെ വിഷയം. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഫോൺ വിളിച്ച സമയത്ത് നിങ്ങൾ അതൊന്നും എനിക്കറിയില്ല, ഫോണിലൊന്നും സംസാരിച്ചിട്ടില്ല. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാം മാത്രമേ വിഷയമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. ഇസ്ലാം മാത്രമേ നമുക്ക് വിഷയമുള്ളൂ, അതാണ് എൻ്റെ വിഷയം. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനില്ലെന്ന് എന്തോരം ആൾക്കാർ വിളിക്കുന്നു ഇസ്ലാം അല്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി. നമ്മൾ അവരോട് സൗകര്യം ഇല്ലാന്നാ പറയാറ്. ആ സൗകര്യം ഇല്ലാന്ന് എനിക്ക് ഷുക്കൂറിനോടും പറഞ്ഞൂടെ? ഇവിടുത്തെ വിഷയം ഇതാണ്. ഇസ്ലാമിൽ ഹലാലാണോ ഈ അടിമത്തം? ഇസ്ലാമിൽ ഹലാലാണോ അടിമത്തം? നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? അതിലൊക്കെ ഞാൻ വരാം. ആദ്യം അത് വരൂ, നേരെ പോയിന്റിലേക്ക് വരും. നമുക്ക് സമയമില്ല, അതെ 1/2 മണിക്കൂർ കഴിയാതെ. നിങ്ങൾ എന്റെ ഉപചോദ്യത്തിന് നിങ്ങൾ ഉപചോദ്യം മണ്ണാങ്കട്ടി നമ്മൾ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഉപചോദ്യം എടുക്കുള്ളൂ. ശുക്ര ഉപചോദ്യം വിഷയമായി ബന്ധപ്പെട്ടതാണെങ്കിലേ എടുക്കുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് കാര്യത്തിലേക്ക് വരും. ഇസ്ലാമിൽ വിഷയമാണല്ലോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ, ഇതാണ് വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ വരാം. ഹലാലാണെങ്കിൽ എന്തുകൊണ്ട് ഹലാൽ, ഹറാമാണെങ്കിൽ എന്തുകൊണ്ട് ഹറാം, കൃത്യമായിട്ട് പറയും. അതാണ് നമ്മളെ ചോദ്യം, ഇതാണ് വിഷയം. ഇതിൽ സംസാരിക്കാനുണ്ടെങ്കിൽ വരാം. ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ ആരിഫെ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. എന്നാ പറയും, വേഗം പറയും. സമയമല്ല, ഇത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കട്ടാക്കും. പിന്നെ അവിടെ കിടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എനിക്ക് എന്റെ ഈ നിയമവ്യവസ്ഥ, ഞാൻ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിയമവ്യവസ്ഥ നിങ്ങൾ നിയമവ്യവസ്ഥ ഒന്നും വെച്ചിട്ട് ഇവിടെ സംസാരിക്കാൻ കഴിയില്ലെന്നേ. ഇവിടെ നമ്മളിത് ഫ്രീ സ്റ്റൈലാണ്. ഇവിടെ കോയാക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് പറയാം. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? ഞാൻ പറഞ്ഞ നിയമവ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? നിങ്ങൾ എന്തെങ്കിലും നിയമം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം ക്ലിയർ ആണ്. വിഷയത്തിൽ നിൽക്കുക. ഇസ്ലാമാണ് ഇവിടുത്തെ വിഷയം. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഷുക്കൂറിനോട് ഇരിക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. ഓക്കെ, അല്ലാതെയുള്ള ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല. ഉടായ്പ ഇവിടെ നടക്കില്ല. ഓക്കെ, ഉടായ്പ ഇവിടെ നടക്കില്ല. നിങ്ങൾ ഞാൻ അങ്ങനെ ഇറങ്ങി പോകില്ല. കാരണം എന്താ, ഇവിടെ ഇറക്കി വിടും, അത്രേ ഉള്ളൂ. ഇറക്കി വിടും. നമുക്ക് സമയമല്ല, അതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറയൂ, ഇസ്ലാമാണ് ഇവിടുത്തെ വിഷയം. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? വേഗം പറയും. നിങ്ങൾ ആ ഫോൺ കോളിൽ പറഞ്ഞോ ഇസ്ലാം മാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ എന്നുള്ളത്? ഞാൻ അവിടെ പറഞ്ഞിട്ട് കോയ കോളിങ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കുക, അതിനകത്ത് അതേ സംസാരിച്ചിട്ടുള്ളൂ. അതാണ് അതിന്റെ ഉദ്ദേശം. അത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്റെ വിഷയമല്ല, പോയി കേട്ടു നോക്ക്. ഇഷ്ടംപോലെ 39 വീഡിയോ ഉണ്ട്, പോയി കേട്ടു നോക്ക്. ഓക്കെ, ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? നിങ്ങൾ നേരെ ഉത്തരം പറയും. നിങ്ങൾ ഇന്ന് എനിക്ക് അയച്ചെന്ന പോസ്റ്റിൽ പോലും ഇസ്ലാം മാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളുടെ വേദി ആസ് എൻ എക്സ് മുസ്ലിം ഇവിടുത്തെ ഇസ്ലാമാണ് നമ്മുടെ വിഷയം. ഇത് കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങളോടുള്ള വെല്ലുവിളി പോലും അതാണ്. അല്ലാതെ അണ്ടകടാഹം, കോസ്മോളജി, എപ്പിസ്റ്റമോളജി, ഇൻജാതി സാധനമൊന്നും ഇവിടെ എടുക്കില്ല. അത് നമ്മളെ പ്രഖ്യാപിത നയമാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ എല്ലാ സൂറത്തിന്റെ മുകളിൽ ബിസ്മി ചെല്ലുന്ന മാതിരി അത് പറയേണ്ട കാര്യമില്ല. ഇതിവിടെ പ്രഖ്യാപിതമാണ്. ഇസ്ലാം മാത്രമാണ് നമ്മുടെ വിഷയം. അതിൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ചോദ്യം എന്ത് വേണേലും ആയിക്കോട്ടെ. നമ്മുടെ വിഷയം ഇതാണ്. ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേഡ് ആണ്. ഈ സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം. ഇതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം, മുന്നോട്ട് പോവാം. അത് അങ്ങനെ കോമാളിത്തരത്തിലേക്ക് നമ്മൾ പോകൂല. കോമാളിത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നാം, അതെന്റെ പ്രശ്നമല്ല. നമ്മുടെ വിഷയം ഇതാണ്. നമ്മുടെ വിഷയം ഇതാണ്. നമുക്ക് സമയം കളയാനില്ല, ആളുകളിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. ഈ സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം? യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് എന്താ ഉപചോദ്യത്തിന് മറുപടി പറയാൻ എന്താ പേടി? അത് ഇറലവന്റ് ആയതുകൊണ്ട്, അത് ഇറലവന്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇസ്ലാമാണ്. ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. നിങ്ങളെ ഈ ചോദ്യം ഇറലവന്റ് ആണ്. എന്നാ ഇറങ്ങിപ്പോക്കോളൂ. നമുക്ക് ഷുക്കൂറിനോട് സംസാരിക്കാനുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമാണ്. എന്നാ പിന്നെ ഇറക്കി വിടാം. അപ്പൊ ഇതിനെ കുറിച്ച് പറയാനുണ്ടോ ഇല്ലേ? നമുക്ക് സമയം കളയാനില്ല. അതാണ്, ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ ഇല്ലേ?
എനിക്ക് താല്പര്യം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ സ്ലേവറി, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ടോ ഇല്ലേ? എനിക്ക് താല്പര്യമുണ്ട്. എന്നാ പറയൂ, ഇത് ഹലാലാണെങ്കിൽ ഹലാലായത് ഉപ- എന്തുകൊണ്ട്, ഈ ഹറാമാണെങ്കിൽ ഹറാമായത് എന്തുകൊണ്ട്, കൃത്യമായിട്ട് പറയൂ. ഈ ഉപചോദ്യത്തിന് മറുപടി നിങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ വിഷയത്തിലേക്ക് വരൂ. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? യെസ് ഓർ നോ? അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ? യെസ് ഓർ നോ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാ പറയൂ, ഇസ്ലാമിൽ ഹലാലാണെങ്കിൽ എന്തുകൊണ്ട് ഹലാൽ, ഇസ്ലാമിൽ സ്ലേവറി ഹറാമാവുന്നത് എങ്ങനെ, ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ പലവട്ടം പറഞ്ഞല്ലോ, എന്റെ ഉപചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അത് ഇവിടെ എടുക്കില്ല, അത് ഇറലവന്റ് ആണ്. നമ്മളുടെ വിഷയം ഇസ്ലാമാണ്, അങ്ങനെ അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് തന്നെ അത് എടുക്കില്ല. ഇസ്ലാമുമായിട്ട് എന്നാ പിന്നെ ഷുക്കൂറുമായിട്ട് നമുക്കൊന്നും സംസാരിക്കാനില്ല. എന്തോരോ ആളുകൾ അങ്ങനെ നമ്മൾ വിളിക്കുന്നു, നമ്മൾ അവരോട് പറയുന്നത് സോറി സുഹൃത്തെ, ഇസ്ലാമുമായിട്ട് വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ വിടും. നമ്മളുടെ പ്രഖ്യാപിത നയമാണത്, നമ്മളുടെ പ്രഖ്യാപിത നയമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം, ആ വീഡിയോ അത് തന്നെയാണ്. അതായത് എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം, അണ്ടകടാഹം, എപ്പിസ്റ്റമോളജി, കോസ്മോളജി, ഇഞ്ചാതി സാധനമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ ഈ പറയുന്ന ഹലാലായ സാധനമാണോ സ്ലേവറി, ഹറാമായ സാധനമാണോ സ്ലേവറി? നേരെ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ? അരമണിക്കൂർ കൂടി സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷുക്കൂറിന് ഇവിടുന്ന് പോകാം, അത്രയോ. അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടാം, നമുക്ക് അടുത്ത ആളിലേക്ക് പോകണ്ട. അരമണിക്കൂർ നേരം സമയമുണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇപ്പൊ 45 മിനിറ്റ് തന്ന് അതിനകത്ത് 15 മിനിറ്റ് കഴിഞ്ഞു, ഇപ്പോഴും വിഷയം പറയുന്നില്ല. നോക്കൂ, ഈ ഞാൻ പറഞ്ഞ ഈ ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ അടിമത്തത്തിന്റെ രൂപം പോലും തെറ്റാണ് എന്ന് പറയാൻ, അത് തെറ്റാണ്, അത് തെറ്റാണ്, പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിന് തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ, തെളിവുണ്ടല്ലോ. ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഇപ്പോഴും അത് പറയാതെ ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണ് എന്ന് പറയുന്ന ടീമാണ്. അതിന്റെയൊക്കെ വീഡിയോ, അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എപ്പോഴും പോകുന്നതാണ്. നമുക്ക് ഇനി അത് എടുത്ത് കളയാൻ സമയമില്ല. അപ്പൊ ഷുക്കൂറിന് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയൂ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങളുടേതല്ല, അത് നമ്മുടെയാണ്. കെയറോ ഡിക്ലറേഷൻ നമ്മുടെയല്ല, അത് നിങ്ങളുടെയാണ്. ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നമ്മുടെയാണ്. നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് ചോദ്യത്തിന് അതേ ഉത്തരം നിങ്ങൾ സെക്കൻഡും പറഞ്ഞത്. അത് ഉത്തരമല്ല. ഉപചോദ്യത്തിൽ വ്യക്തമായി ഞാൻ ചോദിച്ചു, യൂട്ടിലിറ്റേറിയനിസം, കോൺസിക്വൻഷ്യലിസം, ഇതേപോലെ നാസ്തികരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനമായ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ഇവിടുത്തെ വിഷയം ഇസ്ലാമാണ്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. മൊറാലിറ്റി, ആന, ചേന അതൊന്നും ഇവിടെ എടുക്കില്ല, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊക്കെ നമ്മൾ പറഞ്ഞു തേഞ്ഞ കാര്യമാണ്. ഷുക്കൂർ ക്യാമറയുടെ സെന്ററിലേക്ക് നീങ്ങിയിരിക്കും, സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പറയൂ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? യെസ് ഓർ നോ? അതിലൊക്കെ ഞാൻ വരാം സുഹൃത്തെ, അതിലേക്ക് നേരെ വരൂ, നമുക്ക് സമയമില്ല, അരമണിക്കൂർ സമയം ബാക്കിയുണ്ട്. നിങ്ങൾ ആദ്യം ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തെ, നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ചോദ്യം റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ. നിങ്ങൾ കൃത്യമായിട്ട് പറയൂ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇറലവന്റ് ആണ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഷുക്കൂറിന് പോകാം, കാരണം ഈ വേദി ഇതിനെ കുറിച്ചുള്ള സംസാരിക്കാനുള്ളതാണ്. അതാണ് ഇവിടുത്തെ കാര്യം. അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഷുക്കൂറിന് പറയാം, അല്ലാതെ എപ്പിസ്റ്റമോളജിയും ഫിലോസഫിയും ഇഞ്ചാതി സാധനം ഇവിടെ എടുക്കില്ല. നമ്മളെ പ്രഖ്യാപിത നയമാണ്. ഇത് എക്സ് മുസ്ലിം ചാനലാണ്. ഇവിടുത്തെ വിഷയം ഇസ്ലാമാണ്. നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. ആരിഫെ, ഒരു കാര്യം പറയാം, അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ചാനൽ അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഷുക്കൂറിനോടാണ്. ഞാൻ സംസാരിക്കുന്ന ഷുക്കൂർ വാരിക്കോടൻ എന്ന് പറയുന്ന എന്നെ വിളിച്ച് തെറി വരെ വിളിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, ഷുക്കൂർ വിളിച്ച തെറിയൊക്കെ ഇവിടെ റെക്കോർഡഡ് ആണ്. മൊറാലിറ്റി പറയുന്ന ഷുക്കൂർ എന്തിനാ എന്നെ തെറി വിളിച്ചത് ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ പറയട്ടെ, ഷുക്കൂർ എന്നെ തെറി വിളിച്ചോ? ഷുക്കൂർ എന്നെ തെറി വിളിച്ചോ? ഞാൻ നിങ്ങളെ തെറി വിളിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് അത് ഇവിടെ കേൾക്കാം. ഓക്കെ, അത് കേട്ടിട്ട് പോയാൽ മതി. അത് ഷുക്കൂർ നമ്മളെ തെറി വിളിച്ചത് എന്തിനാ? ഇത് ആരിഫ്, ഇത് കേൾക്ക്. ഷുക്കൂർ നമ്മളെ തെറി വിളിച്ചത് എന്തിനാ? അല്ല, ഇത് അൺമാസ്കിംഗ്. ഷുക്കൂർ എന്നെ തെറി വിളിച്ചില്ല എന്നാണോ പറയുന്നത്? നുണയാണെന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ സുഹൃത്തെ. ആദ്യം ഇത് പറയൂ, ഷുക്കൂർ എന്നെ തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ലേ? നോക്കൂ, ആദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ. തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ലേ? ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേ ചെയ്യും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, മാപ്പ് പറയാം. തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇല്ല, ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഉറപ്പാണോ? 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 തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇതാദ്യം പറയൂ. 100% ഉറപ്പാണോ തെറി വിളിച്ചിട്ടില്ല എന്ന്? ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് അത് തീർത്തിട്ട് നമുക്ക് പോവാം. ഷുക്കൂർ എങ്ങനെയാ നുണ പറയണെന്നും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, ഷുക്കൂർ വിളിച്ച തെറി നമുക്ക് കേൾക്കാം. അവിടെ കേട്ടോ?
ആ ഞാൻ കേട്ടു. കേട്ടു കേട്ടു. കേട്ടു. എന്താ വിളിച്ചത്? ഞാൻ വിളിച്ചതല്ല അത്. പിന്നെ വിളിച്ചതല്ലേ? അല്ല. ഉറപ്പാണോ? ഞാൻ പിന്നെ ആരുടെ ശബ്ദം അത് കേട്ടത്? ആയതാന്നറിയില്ല, എനിക്കറിയില്ല. ആ, ഇതാണ് കുഴപ്പം. ഷുക്കൂർ അപ്പം നുണ നല്ല പച്ച നുണ നല്ല അപ്പൊ അസലായിട്ട് പറയും അതായിക്കോട്ടെ. അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ഞാൻ ഷുക്കൂർ എന്റെ അല്ലാന്നാണോ പറയുന്നത്? ഷുക്കൂർ അല്ലാന്നാണോ പറയുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താ കഴിഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ഷുക്കൂർ നുണ പറയൂ? അല്ലാതെ പറയും. ഞാൻ ഷുക്കൂർ പറയുന്നില്ല. അല്ലാന്നാണോ പറയുന്നത് അത് വിളിച്ചത്? ഞാൻ നുണ പറയലുമില്ല. ഇത് ഷുക്കൂർ അല്ലാന്നാണോ പറയുന്നത്? അതെ, എന്റെ ഷുക്കൂർ അതെങ്ങനെയാ പറഞ്ഞ? ഞാൻ ഇനിയിപ്പോ സ്ക്രീൻഷോട്ടും വിടും അങ്ങനെയാണെങ്കിൽ. സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് കള്ളത്തരത്തിൽ എന്തെല്ലാം കള്ളത്തരത്തിൽ ഉണ്ടാക്കണല്ലോ. ഷുക്കൂറിന്റെ ശബ്ദം, ഷുക്കൂറിന്റെ നമ്പർ ഇതിനകത്ത് ഫോണിൽ റെക്കോർഡറാണ്. ഷുക്കൂറിന്റെ നമ്പർ എങ്ങനെ? അപ്പൊ ഷുക്കൂർ അപ്പൊ നുണ പറയും ഇസ്ലാമിനെ രക്ഷിക്കാൻ നിങ്ങൾ ഒന്നാമത് ടെലഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. ടെലഗ്രാം എങ്ങനെ നമ്പർ? ടെലഗ്രാം അല്ല, ഇതെന്നെ ഫോണിൽ ഷുക്കൂർ വിളിച്ചതാണ്. ഇതിനകത്ത് റെക്കോർഡറാണ്. ഇവിടുത്തെ ഡിവൈസിൽ ഇത് റെക്കോർഡറാണ്. ഷുക്കൂർ എന്നെ വിളിച്ചപ്പോൾ ഒരു ടെക്സ്റ്റ് കോൾ ഞാനിവിടെ നടത്തിയിരുന്നു. അതിന് റെസ്പോൺസ് ആയിട്ട് ഷുക്കൂർ വിളിച്ചതാണ് നായിൻ്റെ മോനെന്ന്. ഇത് ഷുക്കൂറിന്റെ ഏത് ധാർമ്മിക പ്രകാരമാണ് ഷുക്കൂർ വിളിച്ചത് ഒന്ന് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? ഫാബ്രിക്കേറ്റ് ചെയ്ത് ഷുക്കൂറിന്റെ ശബ്ദം ഞാൻ എന്തിനാ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്? ഷുക്കൂർ സംസാരിച്ചു, അതല്ല ഇവിടെ കേട്ടത്. അതിവിടെ റെക്കോർഡറാണ്. ഇവിടെ റെക്കോർഡറാണ് ഇപ്പൊ കേട്ടത്. ഷുക്കൂർ പറയൂ, ഇത് ഏത് ധാർമ്മികത പ്രകാരമാണ് ഷുക്കൂർ എന്നെ ഇപ്പൊ തെറി വിളിച്ചത്? ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല. എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. നിങ്ങളാണ് നുണ പറയുന്നത്. ഓക്കെ, ഞാൻ നുണ പറയേണ്ട കാര്യമില്ല. ഇവിടെ റെക്കോർഡറാണ്. അപ്പൊ ഷുക്കൂർ പറയൂ, ഇത് ഏത് ധാർമ്മികത പ്രകാരമാണ് ഷുക്കൂർ എന്നെ തെറി വിളിച്ചതെന്നൊന്ന് പറയൂ. എന്റെ സുഹൃത്തെ, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് വിളിച്ചത് ഷുക്കൂറിന്റെ ഓഡിയോ ആണ്. ഇവിടെ റെക്കോർഡഡ് ആണ് ഇത്. അല്ല സുഹൃത്തെ, ഞാൻ എന്തായി പിന്നെ വീണ്ടും പറഞ്ഞു. ഇത് ഷുക്കൂറിന്റെ ഓഡിയോ ആണ്. ഷുക്കൂറിന്റെ നമ്പറിൽ നിന്ന് ഇവിടെ വന്ന കോളാണ് ഇവിടെ റെക്കോർഡഡ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ കോളിൽ ഞാൻ വിളിക്കൂല എന്നാ പറഞ്ഞത്. ഷുക്കൂർ വിളിച്ചതാണ് ഇവിടെ കേട്ടത്. ഷുക്കൂറിന്റെ വോയിസ് റെക്കോർഡ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് വിളിച്ചത് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങളെ വോയിസ് റെക്കോർഡ് മുഴുവൻ ഞാൻ ഇതിൽ എടുത്തു വെച്ചിരിക്കല്ലേ? ഇതിലുണ്ടല്ലോ. ഇത് ഷുക്കൂർ ടെക്സ്റ്റ് കോളിൽ ഞാൻ വിളിച്ച സമയത്ത് ടെക്സ്റ്റ് കോളിന് റിപ്ലൈ ആയിട്ട് ഷുക്കൂർ പറഞ്ഞ കാര്യമാണ്. അത് ഇവിടെ റെക്കോർഡറാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കേട്ടത്. ടെക്സ്റ്റ് കോൾ അറിയില്ലേ? ഫോണിലെ പുതിയ ഫീച്ചറാണ്. അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ കേട്ടത്. എങ്ങനെയാണ് അത് വിളിച്ചത്? എപ്പോഴാണ് അത് ഒന്നുകൂടി വേണേ കേൾക്കാം. ഇനിയും വേണേ കേൾക്കാം. ഷുക്കൂർ എന്താ വിളിച്ചത്? ടൈം ഞാൻ പറഞ്ഞത് 10 നവംബർ 10 സമയം 5:34. ഒരിക്കലും സംഭവിക്കൂല. ബാക്കി പറയടാ. ടൈം എനിക്കും അവൈലബിളാ. യെസ്, അർജന്റ്. മായിന്റെ മോനെ പറയൂ. ഇത് ഷുക്കൂറിന്റെ ശബ്ദം അല്ലാന്നായിരിക്കും പറയണേ അല്ലേ? പേര് പറഞ്ഞു കേട്ടില്ലേ? ഷുക്കൂർ വാരിക്കോടൻ. ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്താന്ന് വെച്ച് ഇത് ഷുക്കൂർ പറഞ്ഞാണ്. ഇനി പറയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇനി ഏതെങ്കിലും മറ്റേ കഞ്ചാവ് അടിച്ചിരുന്നപ്പോ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഷുക്കൂർ എന്നോട് പറയേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ തെറി വിളിച്ചത് ഒന്ന് പറഞ്ഞുതരൂ. ഷുക്കൂറിന്റെ ധാർമ്മികത ഇതിന് അനുവദിക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ പറയൂ. നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികതയെ കുറിച്ച് പറയുമ്പോൾ അത് ഇതിൽ നിന്ന് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഈ നവംബർ 10 എന്ന് പറഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് ഞാൻ ഫോൺ കോൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനായിക്കോട്ടെ, നിങ്ങൾ വിളിച്ചിട്ട് തെറി പറഞ്ഞ എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. ഇത് ഈ തെറി പറയുന്നത് ശരിയാണോ? ഈ തെറി വിളിച്ചത് ശരിയാണോ? അല്ല, സംശയം ചോദിക്കാൻ. തെറി വിളിച്ചോ ഇല്ലേ? ഇപ്പൊ സമ്മതിച്ചോ? തെറി വിളിച്ചോ സമ്മതിച്ചോ? മറുപടി നിങ്ങളുടെ ആ പരിപ്പൊക്കെ കൈ വെച്ചാൽ മതി. നിങ്ങളിത് സമ്മതിച്ചോ? നിങ്ങൾ വിളിച്ച തെറിയാണെന്ന്? നിങ്ങളിത് വിളിച്ചത് ഏത് ധാർമ്മികത അടിസ്ഥാനത്തിലാന്ന് പറ. നിങ്ങൾ കഞ്ചാവ് അടിച്ചപ്പോഴാണോ അത് വിളിച്ചത്? ഇതാണോ ഷുക്കൂറിന്റെ ധാർമ്മികത? ഷുക്കൂർ ഏതായാലും ഇതാണ് ഷുക്കൂറിന്റെ കയ്യിലിരിപ്പ്. ഏതായാലും ബാക്കി പറയൂ. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? 24 മിനിറ്റും കൂടി ഉണ്ട്. പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പോകാം. 24 മിനിറ്റ് ഉണ്ട്. ഇനി അത് പറയാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ജസീമൻ എന്തോ പറയാനുണ്ട്. ജസീം ഒന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. അത് എവിടുത്തെ അടിസ്ഥാനമാണ്? ഷുക്കൂർ മ്യൂട്ട് ചെയ്യും. ജസീം സംസാരിക്കട്ടെ. ജസീം സംസാരിക്കും. ഓക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം പറയാനാണ്. ഇവിടെ നമുക്ക് എന്തായാലും ഷുക്കൂറിന് ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ച് പറയാൻ
കഴിയുന്നില്ല. ഇപ്പോൾ ആരിഫ് വല്ല വചനോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ബോറടി കുറയും. കാരണം ഇത് കുറേ നേരമായിട്ട് ഷുക്കൂറിന് ആ വിഷയത്തിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പോൾ ഷുക്കൂറിന് ബോണ്ടേജിനെ കുറിച്ച്, ഡെപ്റ്റ് ബോണ്ടേജിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന്റെ കാരണം നാസ്തികർക്ക് ബുക്കില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ബുക്കൊന്നും കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് തെറ്റാന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വാങ്ങുകയും വെക്കുകയും ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അയാളുടെ സ്വാതന്ത്ര്യം തൻ്റെ അവകാശമായി ഒരാൾ കയ്യിൽ വെക്കുന്ന പരിപാടിയാണ് സ്ലേവറി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഷുക്കൂറിന് വരാൻ താല്പര്യമില്ല. മതത്തിനകത്തുള്ള സ്ലേവറിയെ കുറിച്ച് പറയാനും താല്പര്യമില്ല. പിന്നെ നമുക്ക് നിർബന്ധിച്ചിട്ട് പുള്ളിക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ആരിഫിന്റെ ഭാഗത്തുനിന്ന് സ്ലേവറിയെ കുറിച്ചുള്ള വല്ല കണ്ടന്റോ ആയത്തൊക്കെ കാണിക്കുന്നതായിരിക്കും ഇനി കുറച്ച് നേരത്തേക്ക് നല്ലതെന്നാണ് തോന്നുന്നത്. പിന്നെ ഷുക്കൂറിന് ബാക്കി പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, മറ്റേത് നമ്മളിങ്ങനെ നീണ്ടുപോകും. ഷുക്കൂർ പറഞ്ഞാലല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഈ അടിമത്തത്തെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചത്. എല്ലാ ആഴ്ചയും അടിമത്തത്തെക്കുറിച്ച് പറയാൻ നമുക്ക് നേർച്ചയൊന്നുമില്ലല്ലോ. അപ്പോൾ ഷുക്കൂറിന് എന്തോ പറയേണ്ടതെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്യൂ ഷുക്കൂർ. പറഞ്ഞോളൂ. അതായത് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ക്യാമറയുടെ സെന്ററിലേക്ക് ഇരിക്കും കേട്ടോ. ആ ഇത്രയൊക്കെ മതി. അതെ, ഇനി അതൊക്കെ മതി. ഫിലിം ഷൂട്ടിംഗ് ഒന്നല്ലല്ലോ. അതെ അല്ല, എന്നാലും കാണണമല്ലോ ഷുക്കൂറിന്റെ ആ മുഖം എല്ലാരും കാണണ്ടേ. പറയൂ. എന്താ ആരിഫിന് ഇത്ര ചിരിക്കാനുള്ളത് അതില്? ഇത് തമാശ ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ വേണേ ചിരിക്കാം. ആരിഫ് നല്ല കാര്യല്ലേ, നല്ല കാര്യല്ലേ. അങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ സംഘികൾ എടുത്ത് നടക്കും. ഇസ്ലാമിൽ അത് വന്ന സ്ഥിതിക്ക് ഇത് പറയും. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണെന്ന് വേഗം പറയും. 21 മിനിറ്റ് ബാക്കിയുണ്ട്. 21 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ. നിങ്ങളിപ്പോ ഈ വിഷയത്തിൽ ഞാൻ ഇതിലേക്ക് വന്നില്ലെങ്കിൽ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അൺമാസ്കിങ് അനോമലീസ് അവിടെ ഒരു ലൈവ് വെക്കും. അവിടെ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ഇതേപോലെ സംസാരിക്കാം. അവിടെ നിയമം ഉണ്ടാകും, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റും. നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുകയാണ് എപ്പോൾ നിങ്ങൾ എന്നെ പുറത്താക്കുകയാണെങ്കിൽ. ഇനി നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെങ്കിൽ എൻ്റെ ഉപചോദ്യത്തിന് നിങ്ങൾ എനിക്ക് മറുപടി തന്നേ പറ്റൂ. ചോദ്യം വേണമെങ്കിൽ ആവർത്തിക്കാം. നാസ്തികതയുടെ അടിസ്ഥാനത്തിൽ ഡെപ്റ്റ് ബോണ്ടേജ് തെറ്റാണ് എന്നുള്ളതിന് തെളിവ് പറയൂ. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് കാര്യം. നമ്മുടെ ചോദ്യം ഇതാണ്. ഇതിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഉപചോദ്യത്തിന് മറുപടി പറയും. ഞാൻ മറുപടി പറയാം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഉപചോദ്യത്തിന് മറുപടി പറയും, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? അത് പറയാൻ പറ്റുമെങ്കിൽ ഷുക്കൂറിന് പറയാം. ഇനിയിപ്പോൾ UA ടീമിന്റെ വീഡിയോയിലേക്ക് വിളിച്ചാലും ഇത് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ നിങ്ങൾ വിളിച്ചാൽ നമ്മളവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ വരില്ല. നമുക്ക് ഈ മറ്റേ മൊറാലിറ്റി, ആനാചാന ഇത് പറയാൻ സൗകര്യമല്ല, സമയമില്ല, വേസ്റ്റിംഗ് ടൈമാണ്. കാരണം നമ്മുടെ വിഷയം എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമാണ്. നമ്മൾ അതിനെക്കുറിച്ചേ സംസാരിക്കും, അതിനെക്കുറിച്ചേ നമ്മൾ സംസാരിക്കുള്ളൂ, അതിനെക്കുറിച്ചേ സംസാരിക്കുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ഗട്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, UA ടീം ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. ഇതിവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. അത് ആ വിഷയം അങ്ങനെ തന്നെ ടൈറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ വിളിക്കണം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഞാൻ അത് പറയും ഇസ്ലാമിൽ ഹലാലാണെന്ന്, നിങ്ങൾക്കത് ഹറാമാണെന്ന് വാദിക്കാം. ഇനി ഈ വിഷയം ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുക. അല്ലാതെ ബാക്കിയുള്ള ഈ പടല തെല്ലുന്ന പരിപാടി മാറ്റിവെക്കുക. ഇതുകൊണ്ടാണ് ഈ ഷുക്കൂറുമായിട്ട് ഈ ഫോണിൽ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇതാണ് ഷുക്കൂറിന്റെ രീതി. ഇത് നമുക്ക് പറ്റില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഉടായ്പാണിത്. ഷുക്കൂറിന്റെ ഉടായ്പ നമുക്ക് ബുദ്ധിമുട്ടാണ്, സമയം കളയുന്നില്ല. അതാണ് നമുക്ക് വേറെ ബലപ്പെട്ട പല കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതാ പറയുന്നത്. അപ്പം നേരെ ചോദ്യത്തിലേക്ക് വരിക. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? UA ടീമിനും ഇതേ വിഷയത്തിൽ ഇതേ ടൈറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. 3 തവണയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ 3 സുന്നത്ത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു തവണ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? എപ്പിസ്റ്റമോളജിയും ഫിലോസഫിയും ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. അതല്ല ഇവിടുത്തെ വിഷയം, ഇസ്ലാമാണ് വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ഷുക്കൂർ വരിക. സമയം കളയാനില്ല. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വലിയ സമയമാണ്. കാരണം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം പറയാം, കൃത്യമായിട്ട് പറയാം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഞാൻ എത്രയോ തവണ പറഞ്ഞു, ഉപചോദ്യത്തിന് മറുപടി പറയാം. നിങ്ങൾ പറയുന്ന ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല നമ്മുടെ പണി. ഇവിടുത്തെ കൃത്യമായ ഉദ്ദേശമുണ്ട് ഈ പ്ലാറ്റ്ഫോമിന്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം ഇസ്ലാം മത വിമർശനമാണ്. ഇവിടുത്തെ ചോദ്യം ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഹലാലാണോ ഹറാമാണോ ഇസ്ലാമിൽ സ്ലേവറി? ഇസ്ലാമിൽ ഇതെന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ പറയണത്? എന്തിനാ? നിങ്ങളുടെ ചാനൽ എടുത്ത് നോക്കൂ, നമ്മുടെ ചാനലിന്റെ സ്വഭാവം നിങ്ങൾ എടുത്ത് നോക്കൂ. ഇത് അറിയുന്നതല്ലേ?
നമ്മൾ രണ്ട് ഭാഗങ്ങളും അപ്പൊ നമ്മൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ചോദ്യത്തിന് നിങ്ങളുടെ ഈ മെഴുകൽ മാറ്റി വെക്കും, നിങ്ങൾ ഈ നമ്മൾ ബീറ്റിംഗ് അറൗണ്ട് ഇസ്ലാമിന്റെ ബുഷ് ഭാഗം മാറ്റി മറുപടി വെക്കും, കൃത്യമായിട്ട് പറയാറില്ലല്ലോ. പോയിന്റിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വിഷയം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നാസ്തികതക്കെതിരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഗഡ്സ് എന്താ? പറഞ്ഞു കഴിഞ്ഞു. അത് ഇസ്ലാമിൽ എന്ത് സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്നുള്ളതാണ് ഇനി നമ്മളെ ചോദ്യം. ഓക്കെ, ഗഡ്സ് കാണിക്കുക ആരിഫെ, ഗഡ്സ് ഗഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. നിങ്ങളുടെ വേദിയിലേക്ക് നമ്മൾ വരാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ സംവാദം വെക്കൂ, നമ്മൾ അവിടെ വരും. നിങ്ങൾ ഓക്കെ, പറയേ ഈ പറഞ്ഞ നിങ്ങളുടെ ജസീം എന്താ പറയാനുണ്ട്? കോൺസിക്വൻസ്. ജസീം ആഡ് ചെയ്തോളൂ. ഷുക്കൂർ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, നാസ്തികതയിൽ ഇതെന്താണ് മറുപടി. ഈ നാസ്തികത എന്ന കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഈശ്വരനെ തള്ളുന്നതാണ്, അല്ലെങ്കിൽ ഈശ്വരന് തെളിവില്ലാത്തതുകൊണ്ട് അതിനൊഴിവാക്കി വിടുന്നത്. ആസ്തികതക്കെതിരെയാണ് നാസ്തികത. അല്ലാതെ ഈ ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അത് വേറെയാണ്. അപ്പൊ ഈ നാസ്തികതയിൽ ഇതെന്താ ഉത്തരം? ഇപ്പൊ ഇസ്ലാമിൽ ഇതിന്റെ ഉത്തരം എന്താന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഉത്തരം അവിടെ കാണില്ല. അത് വേറെ വിഷയമാണ്. അപ്പൊ ഇപ്പോഴും ഈ അടിമത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഷുക്കൂർ വീണ്ടും നാസ്തികതയിൽ ഇതിന്റെ ഉത്തരം എന്താന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നാസ്തികത വേറെ വിഷയമാണ്, അത് ദൈവത്തിന്റെ തെളിവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ധാർമ്മികതയാണ്, ആധുനിക ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അടിമത്തം തെറ്റാണെന്ന് പറയുന്നത്. അല്ലാതെ ഈ നാസ്തികത എന്ന വിഷയം മാത്രമാണെങ്കിൽ അത് ദൈവത്തിന്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ. അപ്പൊ അതില് ഇതിന്റെ ഉത്തരം എന്താന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. ജസീം, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ പ്ലാറ്റ്ഫോം കൃത്യമാണ്. ഇസ്ലാം മത വിമർശനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ വിഷയത്തിൽ നമുക്ക് ഇസ്ലാം അല്ലാതെ ഇതിനകത്തൊരു കാര്യം ചോദിക്കാനുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക മനുഷ്യർ എന്നുള്ള രീതിയിൽ ഈ അടിമത്തം എന്ന് പറയുന്നത് അടിമുടി തെറ്റായ വിഷയമാണ്. അതിൻ്റെ ചെറിയ ലാഞ്ചന പോലും കണ്ടാൽ നമ്മളതിനെ എതിർത്ത് പറയും. ആ സമയത്ത് ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ വന്നിട്ട് ഇത് ശരിയാണെന്ന് പറയുന്നു. ലോകം ഈ അടിമത്തത്തെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴും 1960കളിലും മക്കയിലടക്കം ഈ അടിമ ചന്തകൾ പ്രവർത്തിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും അവസാനം അടിമത്തെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ അത് ഒരു ഇസ്ലാമിക രാജ്യത്താണ്, മൗറിറ്റാനിയ. അത് തന്നെ പലതവണ ഇന്നും നമ്മളെ നാട്ടിൽ ഈ ജാതി വ്യവസ്ഥിതിക്കെതിരെ നമ്മളിവിടെ ക്ലാസ് എടുക്കുകയും അതിന് എതിരെയുള്ള ആശയങ്ങൾ പറയുന്നത് പോലെ ഇന്നും അത്തരം രാജ്യങ്ങളിൽ അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന ഗതികേടിലാണ് ഇസ്ലാമിക രാജ്യം. കാരണം അവർ പറയുന്ന ഒറ്റ വാചകമാണ്, ഇസ്ലാമികമായിട്ട് അത് തെറ്റല്ല, ഇസ്ലാം ഞങ്ങൾക്ക് അടിമത്തം അനുവദിച്ച് തരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അടിമത്തം കൊണ്ടു നടക്കും എന്ന് പറയുന്ന മുസ്ലിങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ലോകം. അവിടെയാണ് ഷുക്കൂറിനെ പോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് ഇതിന് മെഴുകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിവിടെ അനുവദിക്കാൻ കഴിയില്ല. ഷുക്കൂറിന് കൃത്യമായിട്ട് പറയാമെങ്കിൽ പറയാം. 16 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം, ഹലാലാണെങ്കിൽ എന്തുകൊണ്ട്, ഹറാമാണെങ്കിൽ എന്തുകൊണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് പറയാം. നേരെ വിഷയത്തിലേക്ക് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യില്ല. ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ലാസ്റ്റ് ചോദ്യമാണ്, ഒരു തവണയും കൂടി ഷുക്കൂറിൻ്റെ അടുത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒഴിവാക്കി വിടും. എന്ത് പറഞ്ഞു ജസീം? ഓക്കെ, ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ച് ഷുക്കൂറിന് ഇനി പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ കാരണം ഡെപ്റ്റ് ബോണ്ടേജ് നമ്മുടെ വിഷയമല്ല. അതെ, ഡെപ്റ്റ് ബോണ്ടേജിനെ കുറിച്ച് നമ്മൾ ആരെയും ഇവിടെ വിമർശനമൊന്നും ഉന്നയിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അനുകൂലമായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വിഷയമല്ലാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിൽ കാര്യമില്ല. ഇനി അങ്ങനെ ഒരു അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെന്നുള്ളതാണ് ഇന്നത്തെ പൊതു ധാർമ്മികത, ആധുനിക ധാർമ്മികത. അപ്പൊ വീണ്ടും അത് തെറ്റാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തമല്ല. പിന്നെ ഇവിടെ ഷുക്കൂർ ഡിഫെൻഡ് ചെയ്യേണ്ടത് ഇസ്ലാമിനെയാണ്. ഷുക്കൂർ ഡെപ്റ്റ് ബോണ്ടേജിന് ഡിഫെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഒഫൻഡ് ചെയ്യാനോ അല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗം, നിങ്ങളുടെ മതമാണ്, അത് ശരിയാണോ തെറ്റാണോ, അതിനടുത്ത് ഈ അടിമത്തത്തിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അതിന് പകരം ഇങ്ങനെ വലിച്ചു നീട്ടിയപ്പോൾ ഇതന്നെയാണ് നമ്മൾ മുമ്പും നമ്മൾ ഈ കാര്യം മതം വിട്ടവനെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ചർച്ച ചെയ്തപ്പോഴും ഇതാണ് സംഭവിച്ചത്. നിങ്ങളെപ്പോഴും ഈ യൂട്ടിലിറ്റേറിയനിസം, കോൺസിക്വൻഷ്യലിസം ഇങ്ങനത്തെ കുറേ ഇസങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മതത്തിലെ ഈ കാര്യത്തെക്കുറിച്ചുള്ള ആ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പൊസിഷൻ എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങളുടെ മതം പറയുന്നത് എന്ന ചോദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷുക്കൂറിന് സമയം വേസ്റ്റ് ആവും, നമ്മുടെ സമയം വേസ്റ്റ് ആവും. ഷുക്കൂറിനൊക്കെ ഒരുപാട് ചർച്ച നടത്താൻ വേറെ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അതായിരിക്കും നല്ലത്, അല്ലേ? തീർച്ചയായിട്ടും അതാണ്, ആളുകൾ വെയിറ്റിംഗ് ആണ്. ഷുക്കൂറിൻ്റെ ധാർമ്മിക മൊറാലിറ്റി പ്രിൻസിപ്പിളൊക്കെ പ്രകാരം തെറി വരെ വിളിച്ച ഷുക്കൂറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഷുക്കൂർ കൃത്യമായിട്ട് പറയൂ, ഇതേ ഷുക്കൂറിന് ഇനി ഇവിടെ സമയം കൊടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു വോട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഇപ്പോൾ വരും. ഓൾമോസ്റ്റ് 70% ആളുകൾ, 71% ആളുകൾ പറയുന്നത് സമയം കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഷുക്കൂറിന് കൃത്യമായിട്ട് ഒറ്റ ചോദ്യം, ഇസ്ലാമിൽ ഈ സ്ലേവറി ഹലാലാണോ ഹറാമാണോ, അതിന് ആ വിഷയത്തിൽ പറയാൻ സാധിക്കുമെങ്കിൽ തുടങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തീർക്കും. ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഫോർ യു. ഓക്കെ ആരിഫെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്വയം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ള ഗഡ്സ് ആദ്യം ഉണ്ടാവണം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇനി യെസ് ഓർ നോ? രണ്ടാമത്തെ കാര്യം എന്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. നിങ്ങൾക്കും അതേപോലെ ചോദ്യം ചോദിക്കാൻ കഴിയും. സ്ലേവറി ഹലാലാണോ വാർ ഹറാമാണോ? ക്യാപ്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്.
വാർ ഇസ്ലാമിൽ ക്യാപ്റ്റീവ്സ് സ്ലേവറി അടിമത്തമാണോ അല്ലേ ഹലാലാണോ എന്നുള്ളതുണ്ട്. ഹറാമാണോ? ഇതിനൊന്നും നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ഗഡ്സ് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇവിടുത്തെ വിഷയം ഇസ്ലാമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാമെങ്കിൽ പറയാം. വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ ഇല്ലെങ്കിൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് കുറിച്ച് ലീവ് ചെയ്യാം. മറുപടി പറയാൻ This is your last എനിക്ക് ഗഡ്സ് ഉണ്ട്, എനിക്ക് അതിനുള്ള എന്നാ പറയൂ, ഞാൻ എന്നെ എന്നാ തയ്യാറാണ്. പറയൂ. പക്ഷെ നിങ്ങൾ ഈ ഷുക്കൂറിന് ചോദ്യങ്ങൾക്ക് എന്റെ ചോദ്യത്തിന് ഷുക്കൂർ മറുപടി ബി പറയണം. ഗിവൺ മോർ ടൈം. നോ യെസ് 29%, നോ 70%. 579 ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഷുക്കൂറിന് ഒരു ചാൻസ് കൂടി ചോദിക്കുകയാണ്, ഒരു ലാസ്റ്റ് ചാൻസ്. ഈ 13 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതുവരെയും ഇസ്ലാമിനെ തൊടാൻ ഷുക്കൂറിന് ധൈര്യമില്ല. ഷുക്കൂർ വലിയ ജിഹാദിയായിട്ട് ഇവിടെ വന്നതാണ്. ധൈര്യമുണ്ട്. വലിയ തെറിയൊക്കെ വിളിച്ച് തെറി ജിഹാദ് വരെ നടത്തിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഷുക്കൂറിന് ഇസ്ലാമിനെ തൊടാൻ പേടിയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇസ്ലാം ഒഴിച്ച് ബാക്കി എന്ത് വേണേലും നിങ്ങൾ തൊടും. അണ്ടകടാഹം പിടിക്കും, അതുപോലെ മറ്റേ ബിഗ് ബാങ് പിടിക്കും, കോസ്മോളജി പിടിക്കും, പിന്നെ കലാം കോസ്മോളജി, യാന ചാന. ഇതല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ നേരിട്ടൊരു സംസാരം വരാൻ വിളിച്ചാൽ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. അണ്ടകടാഹം വിട്ട് പിടിക്കും ഷുക്കൂറെ, അണ്ടകടാഹം വിട്ട് പിടിക്കും ഷുക്കൂറെ. അൺമാസ്കിങ് അനോമലി അല്ല. നിങ്ങൾ എം അക്ബറായിട്ട് വെച്ചോ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ എം അക്ബറുമായിട്ട് നിങ്ങൾ സംവാദം വെച്ചോ, ഞാൻ വരും. അത് ഇവിടുത്തെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ തൊടാൻ പേടിയാന്ന് ഇവിടെ മനസ്സിലായി. ഇസ്ലാമിനെ നിങ്ങൾ തൊട്ടാൽ ഇസ്ലാമും ഷുക്കൂർ ഏറി കയറുന്നു മനസ്സിലായതുകൊണ്ട് തൊടുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ ഇനി ഷുക്കൂറിനോട് നമുക്ക് സംസാരിക്കാനില്ല. ഷുക്കൂർ വാസ് റിപ്പീറ്റഡ്ലി ഡോജിങ് ദ ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ചോദ്യത്തിലേക്ക് വരുന്നില്ല. വെൽക്കം ടു അനോമലി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ ആ ടൈറ്റിലിൽ വെച്ചാൽ ഞാൻ വരും. അണ്ടകടാഹം വെച്ചാൽ വരില്ല, എപ്പിസ്റ്റമോളജി വെച്ചാൽ വരില്ല, ഫിലോസഫി വെച്ചാൽ വരില്ല. അതിന് സൗകര്യമില്ല. അതല്ല നമ്മുടെ വിഷയം. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ വിളിച്ചാൽ വരും. ഗഡ്സ് ഇല്ല, നമുക്ക് പ്രശ്നം ഇസ്ലാമാണ്. നമ്മുടെ പ്രശ്നം ഇസ്ലാമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഷുക്കൂറിന്റെ ഇസ്ലാമിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ അടവ് ഇവിടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഷുക്കൂറിന് നമ്മൾ വിട തരികയാണ്. ഷുക്കൂർ പോകുന്നതിന് മുന്നേ ജസീമിനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഷുക്കൂറിന് ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് കൊടുക്കാം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഡെപ്റ്റ് ബോണ്ടേജ് ആവട്ടെ, വാർ ക്യാപ്റ്റീവ്സ് ആവട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിൽ ഒരു അടിമയുടെ ഭർത്താവിരിക്കെ, അതായത് അടിമ സ്ത്രീയുടെ ഭർത്താവിരിക്കെ അവരെ ഭോഗിക്കാം എന്നുള്ള വകുപ്പുണ്ട്. ഇത് ഡെപ്റ്റ് ബോണ്ടേജിലും ഇതേപോലെ വാർ ക്യാപ്റ്റീവ്സിന്റെ കാര്യത്തിലും ഇന്ന് മനുഷ്യർ പുലർത്തുന്ന പൊസിഷൻ, അല്ലെങ്കിൽ ഇന്ന് സാധാരണ പറയുന്ന ആധുനിക ധാർമ്മികതയിലുള്ള പൊസിഷനും ഇസ്ലാമിലെ പൊസിഷനും തമ്മിലുള്ളത് ഷുക്കൂർ വിവരിക്കണം. ഇസ്ലാമിൽ ഭർത്താവിരിക്കെ നിങ്ങളുടെ കീഴിലുള്ള അടിമയെ ഭോഗിക്കാൻ പറ്റുമോ, അടിമ സ്ത്രീയെ ഭോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇത് ഖുറാനിലുള്ള വചനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഷുക്കൂറോട് വ്യക്തമാക്കാൻ 3 മിനിറ്റ് ഉണ്ട്. 2 പൊസിഷനും ഷുക്കൂറിന് പറയാം. എന്നിട്ട് വല്ല ഉപചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഷുക്കൂർ ഈ വിഷയം പറയണം. 3 മിനിറ്റ് കൂടി കൊടുത്തിട്ട് പിന്നെ നമുക്കത് അവസാനിപ്പിക്കാം. വെറുതെ നമ്മൾ നീട്ടണ്ടല്ലോ, 2 കൂട്ടർക്കും ബുദ്ധിമുട്ട്. ശരി, ജസീമിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ഷുക്കൂർ. ജസീമേ, നിങ്ങളിപ്പോൾ എത്ര നേരം എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മളെ സമയത്തോളം നിങ്ങളൊരു ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പള്ളി പറഞ്ഞാൽ മതി. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അത് റെലവന്റ് ആണെങ്കിൽ ഇവിടെ ഉത്തരം പറയും. പള്ളി പറഞ്ഞാൽ ഇഷ്ടംപോലെ പള്ളിയുണ്ട്. ഭീമാ പള്ളി വേണമെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇസ്ലാമിനെ തൊടാൻ പറ്റുമെങ്കിൽ പറയും. ഇസ്ലാമിനെ തൊടാൻ ധൈര്യം ഉണ്ടോ ഷുക്കൂറിന്? ഈ ചോദിച്ച ചോദ്യത്തിൽ ഇസ്ലാമിനെ തൊടാൻ ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇനി ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് കൂടിയും വെയിറ്റ് ചെയ്യും. അതിന്റെ ഇടയിൽ നിങ്ങൾ എന്നാ പറയൂ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇതെങ്കിലും പറയൂ, ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? അത് ഹറാമാണെന്ന് പറയാൻ പോലും ഷുക്കൂറിന് സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ എന്ന് പറയും. എന്നിട്ട് ബാക്കി സുഹൃത്തെ, നിങ്ങൾ എന്റെ ഉപജോതി ഇസ്ലാമിൽ സ്ലേവറി ഹലാലാണോ ഹറാമാണോ? നിങ്ങളുടെ മെഴിയിലൂടെ നടക്കില്ല. ഇസ്ലാമിനെ തൊടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തൊടുക, ബാക്കിയുള്ളതൊക്കെ വിടുക. അത് നമ്മളിവിടെ എടുക്കില്ല. അത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. നമ്മളെ ചാനലിലെ പിൻ ചെയ്ത് വെച്ച വീഡിയോ തന്നെ അതാണ്. അണ്ടകടാഹം വിട്ടുപിടിക്കൂ, അണ്ടകടാഹം വിട്ടുപിടിക്കൂ ഷുക്കൂറെ, അണ്ടകടാഹം വിട്ടുപിടിക്കൂ. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരും. നിങ്ങൾ ഇസ്ലാമിലേക്ക് വാ. ഈസ് സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം? ഈസ് സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം?
കഴിയാത്ത ആരിഫ് എന്തിന് ഡെപ്റ്റ് ബോണ്ട് തെറ്റാണെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത് എന്തുട്ടാ ഈ ചോദിച്ചോണ്ടിരിക്കണത്? എന്തുട്ടാ കടി ചോദിച്ചോണ്ടിരിക്കണത്? നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഷുക്കൂർ കാര്യം വൃത്തിയായിട്ട് പറയാൻ സാധിക്കും. ഈസ് സ്ലേവറി ഹലാൽ ഓൾ ഹറാം ഇൻ ഇസ്ലാം. അത് ഒരു ഹറാമെന്നെങ്കിലും പറഞ്ഞിട്ട് പോ. കാരണമൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. എന്നാ ഉപചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം കാരണമൊന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അതാ പറയണേ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് പറയാം. ഈ സ്ലേവറി ഹലാൽ ഓർ ഹറാം ഇൻ ഇസ്ലാം. ഇതിനുള്ള ഉത്തരമെങ്കിലും നിങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കൂ. ഒരു മാന്യത. ഇസ്ലാമിനെ നിങ്ങൾ ഒന്ന് തൊട്ടിട്ട് പോ പ്ലീസ്. ഒരു റിക്വസ്റ്റ് ആണ്, ഒന്ന് തൊടൂ ഇസ്ലാമിനെ പ്ലീസ്. ഇസ്ലാമിനെ ഒന്ന് തൊടൂ പ്ലീസ്. നിങ്ങളുടെ ചാനലിൽ ഈ ടൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾ വിളിക്കൂ, ഞാൻ വരും. അല്ലാതെ അണ്ടകടാഹം വെച്ചാൽ വരില്ല. അണ്ടകടാഹം വെച്ചിട്ട് കാര്യമില്ല, വിളിച്ചിട്ട് വരില്ല. ഞാൻ വരില്ല. ഞാൻ ഇപ്പോഴേ തോൽവി സമ്മതിക്കുന്നു. നമ്മൾ ഇപ്പോഴേ തോൽവി സമ്മതിക്കുന്നു. ഓക്കെ, ഈ വിഷയം വെച്ചാൽ ഞാൻ വരും. ഇസ്ലാം മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ്, നിങ്ങൾ വെച്ചോ ഞാൻ വരും. ഇസ്ലാമിലെ അള്ളാഹു ഒരു ഒറിജിനൽ ദൈവമാണോ അല്ലേ, നിങ്ങൾ വെച്ചോ ഞാൻ വരും. ഈ പറയുന്ന സ്ലേവറി ഇസ്ലാമിലെ ഹലാലാണോ ഹറാമാണോ, നിങ്ങൾ വിളിച്ചോ ഞാൻ വരും. ധാർമ്മികത ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾ വിളിക്കൂ, ഞാൻ വരും. ഭീകരത ഇസ്ലാമിൽ നിങ്ങൾ വിളിക്കൂ, ഞാൻ വരും. നിങ്ങൾ ഇസ്ലാമിനെ തൊട്ടിട്ട് ഒരു വിഷയം വെക്കുക, ഞാൻ വരും. അല്ലാതെ നിങ്ങൾ അണ്ടകടാഹം വെച്ചാൽ ഞാൻ വരില്ല. ഇപ്പോഴേ തോൽവി സമ്മതിക്കുന്നു. നിങ്ങൾ ഉരുണ്ടിട്ടൊന്നൊരു കാര്യമില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയരുത്. നമ്മളിത് ഇവിടെ കൂടുതലൊന്നും നമുക്കിനി ഷുക്കൂറിനോട് പറയാനില്ല, സമയം കളയാനില്ല. ഇസ്ലാമിന് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തുടങ്ങാം. അവസാനമായിട്ട് ഈ സ്ലേവറി ഹലാലോ ഹറാം ഇൻ ഇസ്ലാം, നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇറക്കി വിടാൻ പോവാണ്. ആരിഫേ, നമ്മൾ എത്രയേ ഉള്ളൂ ഒരു ഡിബേറ്റിന്. ജസീം എന്തോ പറഞ്ഞു? ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയണേ. ഇപ്പോൾ ഒന്നാലും ചെയ്യുക, ഇവരുടെ മതമാണ് ഏറ്റവും ബെസ്റ്റ് മതം എന്നാണ് ഇവരുടെ അവകാശവാദം. അതായത് ഇസ്ലാമാണ് ഈ ലോകത്ത് വെച്ചുള്ള മറ്റെല്ലാ മതങ്ങളും മോശമാണ്, തെറ്റാണ്, മറ്റു ദൈവങ്ങളൊക്കെ യഥാർത്ഥ ദൈവങ്ങളല്ല എന്നുള്ള അവകാശവാദമുള്ള ആളുകൾ, മറ്റു മതങ്ങളൊക്കെ താറടിക്കുന്ന ആളുകൾ, അത് പുസ്തകത്തിൽ തന്നെ ജൂതനെയും ക്രിസ്ത്യാനികളൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു മതത്തിൽ അതിൽ ഉള്ള കാര്യങ്ങൾ കോൺഫിഡൻസോടെ പൊതുമധ്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സംഘപരിവാറിനെ പേടിച്ച് പറയാൻ മടിയുള്ള ഒരു മുസ്ലിം വിശ്വാസിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതായത് ഇതുപോലത്തെ മുസംഗി ദഴവക്കാരാണ് ഇപ്പോൾ നമ്മുടെ നാട് ഏറ്റവും വലിയ ശാപം. ഒന്നെങ്കിൽ സ്വന്തം മതത്തിൽ, ഇപ്പോൾ ഞാൻ പറയണം മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നബി ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടെ എൻ്റെ മതത്തെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് തെറ്റ് തോന്നുന്നില്ല. അടിമത്വം ഉപരി വെച്ചിട്ടുണ്ട്, അടിമയെ ഭോഗിച്ചിട്ടുണ്ട്. മാരിയത്തുൽ കിബിത്തി എന്നുള്ളൊരു പെണ്ണിനെ സമ്മാനമായിട്ട് മേടിച്ചിട്ട് മൂപ്പര് ഭോഗിച്ചിട്ടുണ്ട്. മൂപ്പര് തൗഹീദ് പറയാൻ വേണ്ടിയിട്ട് ഏതോ രാജാവിനെ ക്ഷണിച്ചതാണ്, അപ്പോൾ അതിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. തൗഹീദിനേക്കാളും വലുതാണ് മൂപ്പർക്ക് രണ്ട് പെണ്ണടിമകൾ, അല്ലെങ്കിൽ ഒരു പെണ്ണടിമയും ഒരാണടിമ. എന്തായാലും അപ്പോൾ സ്വന്തം മതത്തിൽ ഇത്രയും ബെസ്റ്റ് മതമായിട്ട്, അതായത് ലോകത്ത് പ്രപഞ്ചത്തിൽ ഗാലക്സിയിൽ അല്ലെങ്കിൽ ഈ ക്ലസ്റ്ററിൽ ഉള്ള ഏറ്റവും വലിയ ബെസ്റ്റ് മതമായിട്ട് കൂടി അത് ഒരു പൊതുമധ്യത്തിൽ, അതും മലയാളത്തിൽ മാത്രം. ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് എല്ലാവരും കേൾക്കുമെന്നെങ്കിലും പറയാം. ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സദസ്സിൽ പറയാൻ പോലും പേടിയുള്ള ഇതുപോലത്തെ മുസംഗി ദഴവക്കാരെ മുസ്ലിങ്ങൾ തിരിച്ചറിയാം. കുറഞ്ഞ പക്ഷം ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് 4 ഭാര്യമാരെ അല്ലെങ്കിൽ മുഹമ്മദ് 9 ഭാര്യമാരുമായിട്ട് ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഞാൻ പറയും ആയിക്കോട്ടെ, മൂപ്പർക്ക് ഇത്ര കുതിരശക്തി ഉണ്ട്, അതിൽ എനിക്ക് മുസ്ലിം എന്ന നിലയിൽ അഭിമാനമേ ഉള്ളൂ എന്ന് ഞാൻ പറയും. മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇന്ന് ഞാനത് ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധി വരുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ മുഹമ്മദ് നബിയുടെ ചേഷ്ടകളിൽ അഭിമാനിക്കുന്നു ഞാൻ പറയും. പക്ഷെ ഇത് കണ്ട് പച്ചക്ക് പറയാൻ സംഘികളെ പേടിച്ച് ഭയക്കുന്ന ശുക്കൂറിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇയാൾ എല്ലാ സമയത്തും ഇപ്പൊ മറ്റു വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ഇതേപോലെ കുറെ ഇസങ്ങൾ എടുത്തുകൊണ്ട് വരും. കൃത്യമായിട്ട് ഇസ്ലാമിലെ ആ വിഷയത്തെക്കുറിച്ചുള്ള നിബന്ധനകളും കാര്യങ്ങളും എന്താണെന്ന് ഒരിക്കലും തൊടാതെ, അത് എവിടെയും അതിൻ്റെ ഒരു ലാഞ്ചന പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന പോലും പറയാതെ വെറും നാസ്തികതയെക്കുറിച്ചും ഇത് മാത്രം പറയും. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ മതത്തിൽ കുറച്ച് കോൺഫിഡൻസ് കാണിക്കുക. ഇപ്പോൾ നിങ്ങളൊരു മുസ്ലിം ആണെന്ന് പറയുന്നതിൽ മറ്റു മുസ്ലിങ്ങളെ അതായത് അവർക്ക് നാണക്കേടാണ്. അപ്പോൾ ശുക്കൂർ ഒരു കാര്യം മനസ്സിലാക്കുക, സംഖ്യകളെ പേടിച്ച് ഇതുപോലത്തെ എന്താ പറയുക ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കരുത്, ഇസ്ലാമിനെ ഇങ്ങനെ പരസ്യമായി കൂട്ടിക്കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അതിലുള്ള കാര്യം അതുപോലെ പറയൂ. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് സംഖ്യകളെ? നിങ്ങൾക്ക് എന്തിനാ സംഖ്യകൾ പേടിക്കേണ്ട ആവശ്യം? നിങ്ങൾ കേരളത്തിലേ ഉള്ളൂ. സംഖ്യകളില്ലായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ തനിനിറം എന്തായിരിക്കുന്നു? അതാണ് ഞാൻ ആലോചിക്കല്.
അല്ല, കുറഞ്ഞ ഒരു ഈ ഒരു ഉസ്താദിന്റെ സബ്സിഡി ഒരു ഉസ്താദിന്റെ വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ കാണാം. ഒരു ധാർമ്മികത മുറ്റി നിൽക്കുന്ന ഒരു സാധനം. ഏതായാലും ഇവിടെ വന്നിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് പോവാം. നമുക്ക് കണ്ടിട്ട് ബോഞ്ചി വെള്ളം കുടിച്ചിട്ട് പോവാം. ഓക്കെ, ജയ് RSS കൂടി പറയടോ. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ജയ് സംഘി, ജയ് ധ്വജ പ്രണാമം പറഞ്ഞേ നമ്മൾ പോകാറുള്ളൂ. അതൊന്നും ഇവിടെ നാണുണ്ടോ നിങ്ങൾക്ക്? അതന്നെ RSS RSS നിങ്ങൾക്കാണ് പേടി. നിങ്ങൾക്ക് സ്വന്തം മതത്തിലെ കാര്യം RSS പേടിച്ച് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു എന്ത് മനുഷ്യനാണ് നിങ്ങൾ സുഹൃത്തെ? ഒരടിമ സ്ത്രീയെ ഒന്നിലധികം പുരുഷന്മാരോ സ്ത്രീകളോ ഇരുവരുമോ ഉൾപ്പെടുന്ന രീതി ഇസ്ലാം നിർത്തൽ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. മുഴുവൻ ഉടമകൾക്കും ഒരു അടിമ സ്ത്രീയുടെ മേൽ ഭോഗാവകാശം ഉണ്ടാകുമോ? ഉണ്ടാകും. പറഞ്ഞിരിക്കുന്നത് എന്നെ തേച്ചൊട്ടിച്ച എൻ്റെ സ്വന്തം ഉസ്താദാണ്, ഷുഹൈബുൽ ഹൈത്തമിയാണ്. ഇതാണ് ഇസ്ലാമിലെ അടിമത്തം. ഇതൊക്കെ വെച്ചിട്ട് വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ ഷുക്കൂറിനെ പോലെയുള്ള ആളുകളോട് നമുക്ക് പറയുന്നത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നാണ് നമുക്ക് ചോദിക്കണം. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ പറഞ്ഞ 3 മിനിറ്റും 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഷുക്കൂർ, ബൈ ബൈ, കാണാം. ഓക്കെ, അതെ, വെറുതെ സമയം കളയാനില്ല. അപ്പോൾ ഏതായാലും ഇസ്ലാമിനെ തൊടാൻ പേടി. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇസ്ലാമിലെ സാധനം തൊട്ടാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയാം. അപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ചിട്ട് ഇതേപോലെ സൗകര്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീഡിയോ ഇട്ടിട്ട് ആത്മരതി ഷുക്ലൂർ എന്നാണ് ഇവിടെ ചില ആളുകൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ശുക്ലൂറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നെങ്കിൽ സ്വന്തം ആത്മാർത്ഥതയോടെ കാര്യം പറയാം. ചില കാര്യങ്ങളൊക്കെ പൊതുവിൽ പറയാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട്, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തത് ഇന്ന് ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്ന സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുഹമ്മദ് നബിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്ത് പരസ്യമായിട്ട് പറയാൻ മടിയുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിം ആവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സ്വന്തം മതത്തോട് ആത്മാർത്ഥത പുലർത്തുക. സ്വന്തം മതത്തെക്കുറിച്ച് നുണ പറയുന്നവനെ കുറിച്ചുള്ള നരകശിക്ഷയൊക്കെ നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കുക. അവർക്കുള്ള ശിക്ഷ കടുത്തതാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായും നിങ്ങൾ മാറും. വെറുതെ ഈ പണിക്ക് നിൽക്കരുത്. അല്ലെങ്കിൽ പിന്നെ നീ മത ദഴവ എന്ന് പറഞ്ഞ് നടക്കരുത്. സ്വന്തം മതത്തിലെ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ. അതെ, ഇപ്പൊ നമ്മുടെ അതെ, ഉളുപ്പം വേണ്ട, ധൈര്യം ഉണ്ടായാൽ മതി. ഉളുപ്പ് പോട്ടെ, ഉളുപ്പ് എനിക്കൊരു ഇഷ്യൂ അല്ല. അതെ അതെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, La